ഇനി 3 മാസത്തിൽ പരീക്ഷ ഏട്ടാ. കോച്ചിങ്ങിന് പോകുന്നുണ്ട്. എന്തായാലും ജയിക്കുന്നേ ഏട്ടാ. എന്ത് പറ്റിയടാ? ചതിച്ചു ഏട്ടാ. ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ല ഏട്ടാ. നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ 6 പേരും ഇല്ലേ? ഞങ്ങളുടെ കാര്യം വിടേട്ടാ. ഏട്ടനെ ക്യാപ്റ്റൻ ആക്കുന്നവരെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ലിസ്റ്റിൽ പേര് പോലും ഇല്ല. ബിഗിലേ, എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. അച്ഛാ കതിരെ ചുമ്മാതിരി. എന്താ കതിരെ, എന്താ പ്രശ്നം? ചേട്ടൻ ചോദിച്ചിട്ടില്ലേ എന്താന്ന് പറയും മോനെ? അതച്ഛാ, നാഷണൽ ടീമിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പേരില്ല. നിന്റെ പേരില്ലേ? ബിഗിലേട്ടന്റെ പേര് പോലും ഇല്ല അച്ഛാ. എങ്ങനെയാടാ നിന്റെ പേരില്ലാതെ വരുന്നേ? ക്യാപ്റ്റൻ ആകാൻ വരെ യോഗ്യത ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ബിഗിലേട്ടൻ അച്ഛാ. അതും റെക്കോർഡായിരുന്നു. അപ്പൊ പേര് വരേണ്ടതല്ലേ? ഇതിനകത്ത് ആ ഫെഡറേഷൻകാർ എന്തോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. ഇല്ല അച്ഛാ, ഞാൻ ഫെഡറേഷനിൽ പോയി സംസാരിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞേക്കാം. അച്ഛൻ വിട്ടേക്ക്. നീ നോക്കുമല്ലോ. ഞാൻ നോക്കിയോളൂ അച്ഛാ. എല്ലാം ശരിയാവുമല്ലോ മോനെ. ശരിയാവും അച്ഛാ, വിട്ടേക്ക്. അങ്ങനെ വിടരുതേട്ടാ. ഇല്ല മോനെ, ഇത് ഉടനെ ചോദിച്ചറിയണം. വണ്ടി എടുക്ക. വേണ്ട, ഞാൻ രായപ്പനായിട്ടില്ല, മൈക്കിളിന്റെ അച്ഛനായിട്ട്. മോനെ, നീ വണ്ടി എടുക്കടാ. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. രായപ്പൻ മൈക്കിളിന്റെ ഫാദറാ. അറിയാം, പറയൂ. ഒന്നുമല്ല, സെലക്ഷൻ ലിസ്റ്റില് മോന്റെ പേരില്ല. അതെ, ഇല്ല. നല്ല കളിക്കാരനാ, അങ്ങേക്ക് അറിയാം. യെസ്, എൻ എക്സ്ട്രോർഡിനറി പ്ലെയർ. ഞാൻ അവനോട് പറഞ്ഞതാ അടുത്ത ക്യാപ്റ്റൻ നീ തന്നെയാണെന്ന്. പിന്നെന്തിനാ സാറേ? അല്ല, പിന്നെന്താ ലിസ്റ്റില് പേര്? സെലക്ഷൻ കമ്മിറ്റി ഞാൻ കണ്ട പോലെ അവനെ കണ്ടില്ല. എല്ലാം വളരെ കറക്റ്റായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പോലീസ് റിപ്പോർട്ടിൽ ഒരു ചെറിയ പ്രശ്നം. നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സാണ് അവന് ടീമിൽ സെലക്ട് ചെയ്യാത്തതിൻ്റെ കാരണം. സാറേ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ് സാറേ ഉള്ളത്? അവൻ്റെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ. അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ മകൻ നാഷണൽ ടീമിലാണെന്ന് വിചാരിക്കുക. ടീമിലുള്ള എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആരോ നിങ്ങളുടെ മകനെ അറ്റാക്ക് ചെയ്താൽ ബാധിക്കപ്പെടാൻ പോകുന്നത് അവൻ മാത്രമല്ല, ബസ്സിലുള്ള മുഴുവൻ പ്ലേയേഴ്സുമാണ്. അത്ര റിസ്ക് അവരെടുക്കില്ല. എനിക്ക് വിഷമമുണ്ട്. റായപ്പം പറ, എന്താണ് ചെയ്യേണ്ടത്? സാർ, അവൻ എന്നെ പോലല്ല. എന്റെ ജോലിയായിട്ട് അവന് യാതൊരു ബന്ധവും ഇല്ല സാറേ. അവൻ അറിയാവുന്നത് അവന് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. അവൻ കഴിവുള്ളൊരു നല്ല പ്ലെയറാണ് സാറേ. എന്നെ ചൂണ്ടി അവന്റെ ജീവിതം നശിപ്പിക്കല്ലേ സാറേ. എന്തൊക്കെ ഉണ്ടെങ്കിലും അവന്റെ കഴിവ് നശിപ്പിക്കാവോ സാറേ? കള്ളന്മാരുടെ എത്രയോ കുട്ടികൾ പോലീസായിട്ടുണ്ട്. കുടിയന്മാരുടെ കുട്ടികൾ എത്രയോ പേര് ഡോക്ടറായിട്ടുണ്ട്. ഒരു സാധാരണ ചെരുപ്പ് തുന്നി നടന്ന അയാളുടെ മകൻ പോലും അമേരിക്കയിൽ പ്രധാനമന്ത്രി ആയിട്ടില്ലേ സാറേ? അച്ഛന്മാരെ പോലെ ആവണമെന്നില്ല സാറേ പിള്ളേരെ. ഇത് ദയവായി വിശ്വസിക്കണം സാറേ. സാറ് മനസ്സ് വെച്ചാൽ നടക്കും. അങ്ങ് കൊടുക്കുന്ന ഈ അവസരം അവന് മാത്രമല്ല, അവനെ പോലെ ആകണമെന്ന് വിചാരിക്കുന്ന മറ്റു കുട്ടികൾക്ക് പോലും ചേർത്താ പറയുന്നത്. സോറി സാറേ, എനിക്ക് കുറച്ച് മനസ്സിലാവുന്നുണ്ട്. പ്ലീസ് സാർ. മോനെ. അച്ഛാ, സംഗതി റെഡിയാ? സത്യമാണോ അച്ഛാ? സംസാരിച്ചു വന്നപ്പോ ആള് നല്ല മനുഷ്യനല്ലേ മോനെ? അതെ അച്ഛാ. അതൊന്നുമില്ല മോനെ, അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാ പ്രശ്നമായത്. നിനക്കതുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അച്ഛൻ പറഞ്ഞു. ചെയർമാന് അത് മനസ്സിലായി. നാളെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ലിസ്റ്റിൽ വരും. സന്തോഷായില്ലേ? കെട്ടിപ്പിടിക്കടാ. ന്യായമായിട്ട് കിട്ടേണ്ടത് ഏതിലേ പോയാലും കിട്ടിയിരിക്കും. താങ്ക്സ് അച്ഛാ. ശരി ശരി അച്ഛാ. മുത്തശ്ശി അനുഗ്രഹിക്കണം. ദേ, ശരീരമൊക്കെ നോക്കണം. കപ്പുമായിട്ടേ വരത്തുള്ളൂ ഞാൻ. ബിഗിലേ, അച്ഛാ, ചുമ്മാ പോയിട്ട് കൈയും വീശി വരരുത്. പോകുന്ന സ്ഥലത്ത് നമ്മുടെ നാടിന്റെ പേര് നിലനിർത്തണം. അടിച്ചു പൊളിച്ചിട്ട് വരണം. ജീവിതാവസാനം വരെ നിങ്ങളുടെ കളി മറക്കരുത് കേട്ടോ. ഇപ്പൊ 4 പേരല്ലേ പോകുന്നേ. ഇതിന് ശേഷം ഇനിയും കുറെ ആൾക്കാരെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ അയക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു ചുക്കം നടക്കത്തില്ല. വന്ന് ട്രെയിനെ കയറുന്നത്. വേണ്ട വേണ്ട,
നന്നായി വരും നന്നായി വരും. വരട്ടെ അച്ഛാ. കേറാം. ബിഗിലേ, അച്ഛാ 15 ദിവസം നീ എന്തായാലും നാട്ടിലുണ്ടാവില്ല. സ്റ്റേഷനിൽ ID കാർഡ് വന്നിട്ടുണ്ടാവുമല്ലോ. അച്ഛാ, എവിടെ? എടുക്കാത്ത ട്രെയിനിന് ടാറ്റ കാണിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല അച്ഛാ? ആ ചുവന്ന കൊട. കൊള്ളാലോടാ. എടാ ഡൊണാൾഡേ, ആ ചുവന്ന കൊടക്കാരി കൊണ്ടുവാടാ. കൊച്ചെ ഇവിടെ എന്താ രാസം നടക്കണോ? മുത്തുക്കൂടം ചൂടി നിൽക്കാതെ അങ്ങോട്ട് വാ. മൈക്കിളുടെ അച്ഛൻ കാണും. അച്ഛൻ തന്നെ വിളിക്കുന്നത്. അങ്ങോട്ട് വാ. ടീഷർട്ടിന്റെ ബാക്കി മുന്നോട്ട് കയറി നിൽക്കുക. വന്നാലും ഏഞ്ചിൽ ആശീർവാദം. അച്ഛാ ഡോക്ടറല്ലേ? അല്ല അച്ഛാ, ഫിസിയോതെറാപ്പിസ്റ്റ്. ആ വെള്ളക്കുപ്പി ആശീർവാദം ചെയ്ത ആളല്ലേ? അതെ അച്ഛാ. എന്റെ മോൻ കപ്പ് മേടിച്ചോണ്ട് വരട്ടെ, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം. എന്താ മോനെ? അച്ഛാ, അച്ഛനെ ഒരു പ്രാവശ്യം കൂടി ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ അച്ഛാ? കെട്ടിപ്പിടിക്കടാ. താങ്ക്സ് അച്ഛാ. അച്ഛാ, അച്ഛൻ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ അച്ഛന് മുന്നിൽ വെച്ച് ഞാൻ ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ചോട്ടെ അച്ഛാ? പിടിച്ചോടാ. താങ്ക്സ് അച്ഛാ. അച്ഛൻ നിൽക്കുന്നു. ഏട്ടാ ഏട്ടൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു തവണ കെട്ടി. അയ്യോമേ, അവനല്ലേ പറഞ്ഞു എന്നെ എന്തിനു വരട്ടെ അച്ഛാ. മോനെ മോനെ മോനെ, അതിനെ എവിടേക്കാടാ കൊണ്ടുപോണേ? സോറി അച്ഛാ. ബൈ. വാ വാ വാ, മരുമോളിങ്ങി വന്നേ. അച്ഛാ ബൈ അച്ഛാ. ബൈ അച്ഛാ. ബിഗിലേ, എന്താ അച്ഛാ? കപ്പ് പ്രധാനം ബിഗിലേ. കപ്പ് അച്ഛാ വേണ്ട ബിഗിലേ. അച്ഛാ ശാപശരം ഏൽക്കയോ നേർത്ത നിന്നോ എന്നെ വിട്ട് പോകയോ സൂര്യനായി നിന്നോ തിരികെ വാ അരികെ വാ തിരികെ വാ അരികെ വാ തുണയില്ലാ ജീവിതം തുണയായി നിൻമൊഴി തിരികെ വാ നിലയില്ലാ ചുഴിയിൽ ഞാൻ തിരതല്ലി എൻ മനം
തിരികെ വാ തിരികെ വാ നീയില്ല ഭൂമിയിൽ തിരികെ വാ തിരികെ വാ തിരികെ വാ തിരികെ വാ തിരികെ വാ കെട്ടിപ്പിടിക്കടാ അച്ഛാ കെട്ടിപ്പിടിക്കച്ചാ കെട്ടിപ്പിടിക്കച്ചാ എന്നെ കെട്ടിപ്പിടിക്കച്ചാ